ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ സാധാരണ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാറുണ്ട്. എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ പല ഫംഗ്ഷൻസിന്റെ അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കും. പക്ഷെ സ്റ്റാറ്റസ് വെക്കുന്ന സമയത്ത് ചില സ്റ്റാറ്റസുകൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതായത് നമ്മുടെ ചില ഫ്രണ്ട്സിനെ മാത്രം കണ്ടാൽ മതി എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. ചില ആളുകൾ കാണണ്ട എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് എങ്ങനെയാണ് കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത്. ഒന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച ചോദ്യമാണ്. അവർക്ക് ഈ സ്റ്റാറ്റസ് പോസ്റ്റ് ചെയ്യുന്നത് വളരെ സീക്രട്ട് ആയിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്, അപ്പം അതിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ, സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം അറിയുന്നവരാണെങ്കിൽ ഈ സ്റ്റാറ്റസ് ഒക്കെ നിങ്ങൾക്ക് പല രീതിയിലും സെറ്റ് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. ബാക്കിയുള്ള എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. മാത്രമല്ല എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലാക്കാമല്ലോ. വാട്സപ്പ് ഉപയോഗിക്കുന്നവര് ഈ സ്റ്റാറ്റസ് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. അപ്പൊ നമ്മൾ സാധാരണ ഇവിടെ സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണാം അല്ലെ. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ആ ഓപ്ഷനിൽ കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ സ്റ്റാറ്റസ് വെക്കുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ സെറ്റിംഗ്സിൽ ഒന്ന് കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അല്ലെ. നമ്മൾ സ്റ്റാറ്റസിന്റെ കാര്യത്തിലാണ് പറയുന്നത്. സെറ്റിംഗ്സിൽ പോവുക, പ്രൈവസി എടുക്കുക. പ്രൈവസി എടുത്ത് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷൻ. ആ സ്റ്റാറ്റസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണുന്നുണ്ട് മൈ കോൺടാക്ട്സിലാണ് ഇപ്പോൾ നിങ്ങളിത് കിടക്കുന്നത്. എല്ലാവരും അങ്ങനെയായിരിക്കും കിടക്കുക. അപ്പൊ നമ്മൾ ഇടുന്ന സ്റ്റാറ്റസുകളൊക്കെ എല്ലാ കോൺടാക്ട്സിലും എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ തൊട്ട താഴെ മൈ കോൺടാക്ട്സ് അക്സെപ്റ്റ് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്റ്റിലുള്ള എല്ലാ ആളുകളുടെ പേരും വരും. അപ്പൊ നമ്മളൊരു സ്റ്റാറ്റസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയും ആളുകൾക്ക് എല്ലാവർക്കും കാണും അല്ലെ. അതിനാണ് നമ്മൾ ഓൾ കോൺടാക്ട്സ് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ സെലക്ട് ചെയ്യാണ്. അത് 2, 3, 4, 5 ആളുകൾ, ഒരു 5 ആളുകൾ പേര് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാണ്. അതായത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് താഴെ നമുക്ക് ആ ഗ്രീൻ ടിക്ക് ഉണ്ടല്ലോ, അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് സെറ്റിംഗ്സിൽ എന്താ കാണിക്കുന്നത്, 5 ആളുകൾ എക്സ്ക്ലൂഡഡ് കാണിക്കുന്നുണ്ട്. മൈ കോൺടാക്ട്സ് അക്സെപ്റ്റ്സിൽ 5 ആളുകൾ. ഈ 5 ആളുകൾക്ക് കാണാൻ സാധിക്കില്ല ഞാൻ ഇടുന്ന സ്റ്റാറ്റസുകൾ, ബാക്കി എല്ലാവർക്കും കാണാം. ഇനി അതിന്റെ താഴെ ഒൺലി ഷെയർ വിത്ത് എന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒൺലി ഷെയർ വിത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണിക്കുന്ന മൊത്തം കോൺടാക്ട്സിൽ ഒരു 100 200 കോൺടാക്ട്സുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം നമ്മുടെ സ്റ്റാറ്റസ് കണ്ടാൽ മതി വിചാരിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും 1 2 വ്യക്തികൾ, ഞാൻ ഇവിടെ 2 ആളുകളെ മാത്രം ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് താഴെ ഞാൻ ആ ഗ്രീൻ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ സ്റ്റാറ്റസ് ഒരു 100 ആളുകൾ എന്റെ കോൺടാക്ട്സിൽ ഉണ്ടെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന 2 വ്യക്തികൾക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ, ബാക്കി ആർക്കും കാണാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങൾ ഇതേപോലെ സീക്രട്ട് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാറ്റസുകൾ മറ്റുള്ളവർ അധികം ആളുകൾ കാണാത്ത രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതി നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. കമന്റ്സ് അറിയിക്കാൻ മറക്കരുത്.